കൊടിക്കുന്നിൽ സുരേഷ് എന്ന തലമുതിർന്ന കോൺഗ്രസ് നേതാവിനെ നേരിടാൻ മാവേലിക്കരയിലെ സ്ഥാനാർത്ഥി അരുൺകുമാറിനെയാണ് ഇടതുപക്ഷം രംഗത്തിറക്കുന്നത്. കനത്ത പോരാട്ടമായിരിക്കും മണ്ഡലത്തിൽ നടക്കുക എന്നുള്ള കാര്യം നിസ്സംശയം പറയാം. സ്ഥാനാർത്ഥി നമ്മളോടൊപ്പം. ആദ്യമായി അഭിനന്ദനങ്ങൾ. ആദ്യ ദിവസമാണ് പ്രചാരണത്തിൻ്റെ. ഈ ഒരു അവസരത്തെ എങ്ങനെ നോക്കിയാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ വലിയ ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് മാവേലിക്കര വളരെ ആവേശകരമായ തരത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗങ്ങളടക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ചെങ്ങന്നൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. രാവിലെ തന്നെ ചെങ്ങന്നൂർ വന്നു. ആവേശകരമായ സ്വീകരണമായിരുന്നു ചെങ്ങന്നൂർ ഉണ്ടായിരുന്നത്. ചെങ്ങന്നൂർ ഞങ്ങൾക്കൊന്നും അങ്ങനെ പരിചയമില്ലാത്തൊരു നാടല്ല. ദീർഘകാലം ഏതാണ്ട് കഴിഞ്ഞ നാളുകളിലെയൊക്കെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പലതരത്തിലുള്ള ചുമതലകളുമായൊക്കെ ഈ മണ്ഡലത്തിൽ പ്രവർത്തിച്ച അനുഭവങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ നിൽക്കുന്ന ആളുകളൊക്കെ നമുക്കേറെ അടുപ്പമുള്ളവരും പ്രിയപ്പെട്ടവരുമാണ്. അതിലുപരി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രളയകാലം, ആ നൂറ്റാണ്ടിൽ കണ്ട ഏറ്റവും വലിയ ഒരു പ്രളയകാലത്ത് ഈ നാട്ടിൽ വന്ന് നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി ചുമതലപ്പെടുത്തി വിട്ട ഒരാൾ കൂടിയാണ്. അതെല്ലാം അത്തരം അനുഭവങ്ങളും അത്തരം മുഖങ്ങളും എല്ലാമാണ് ഈ നാട്ടിൽ നമുക്ക് കാണുന്നത്. അതുകൊണ്ട് യാതൊരു ആശങ്കയുടെയും ഇടം ഇവിടെയില്ല. ഞങ്ങൾ 100% ജയിച്ച് മുന്നേറും. എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് തന്നെയാണ് അടുത്ത ചോദ്യം. 10 തവണ മത്സരരംഗത്തുണ്ടായിരുന്നു. ഏറിയ നാളും മാവേലിക്കരയുടെയും അടൂരിൻ്റെയും ഒക്കെ MP ആയി ഈ മണ്ഡലത്തിലുടനീളം അദ്ദേഹം സുപരിചിതനാണ്. കേന്ദ്രമന്ത്രിയായിരുന്നു. വെല്ലുവിളിയാണോ എതിരാളി? ഒരിക്കലുമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നോക്കിക്കാണുന്നത് ഈ നാടിൻ്റെ വികസനത്തെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു എതിരും അത്തരം കാര്യങ്ങളിൽ അല്ലെങ്കിൽ അത്തരം ആശങ്കകളൊന്നും ഞങ്ങളുടെ മുമ്പിൽ ഇല്ല. ഞങ്ങൾ ഈ നാടിൻ്റെ വികസനത്തെ ലക്ഷ്യം വെക്കുമ്പോൾ ഈ നാടിൻ്റെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന വികസനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവർ അഭിപ്രായം പറയുമ്പോൾ ആ പ്രവർത്തനങ്ങളായിരിക്കും ഞങ്ങൾ ഈ നാട്ടിൽ മുന്നോട്ട് വെക്കാൻ പോകുന്നത്. അത് വെച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിരിക്കും ഞങ്ങൾ നടത്താൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾക്ക് വേറെ ഒരു കാര്യവും ഈ മണ്ഡലത്തിൽ പറയേണ്ടതില്ല. ഒരുപക്ഷെ ഈ കാലത്തിനിടയിലെ ഏറ്റവും വലിയ പോരാട്ടമാണ് വ്യക്തി ജീവിതത്തിലെയും അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിലെയും. അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പാർട്ടിയും മുന്നണിയും അർപ്പിച്ച വിശ്വാസം പൂർണ്ണതോതിൽ നിർവഹിക്കാനാകുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് വലിയ ഒരു ആത്മവിശ്വാസമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആ മുന്നണി സംവിധാനം മാവേലിക്കര പാർലമെൻറ്റിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ്. അതുമാത്രമല്ല, ഇവിടേക്ക് വരുമ്പോൾ ഈ നാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും ഈ നാട്ടിലെ ജനങ്ങളും അവർ നൽകുന്ന ഒരു കരുത്ത്, അതാണ് ഏറ്റവും വലിയ ആത്മവിശ്വാസം. അതിലൊന്നും നമുക്ക് തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല. വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. മാവേലിക്കര മണ്ഡലത്തിലെ വോട്ടർമാരോട്, ജനങ്ങളോട് എന്താണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പറയാനുള്ളത്? ഞാനൊരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ എന്ന നിലയിൽ ചെറുപ്രായത്തിൽ ഈ പറയുന്ന ഒരു ഉത്തരവാദിത്വം എന്നിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. എനിക്ക് വളരെ വേഗത്തിൽ ഈ നാടിൻ്റെ പ്രശ്നങ്ങളെ ഐഡൻറ്റിറ്റി ചെയ്യാനും ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാനും അതനുസരിച്ച് എങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ ഈ നാടിന് വേണ്ടിയിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ഈ ചെങ്ങന്നൂരിലടക്കം വന്ന് നിന്ന് പ്രവർത്തിച്ച, നൂറ്റാണ്ടിലെ മഹാപ്രളയത്തിലടക്കം വന്ന് പ്രവർത്തിച്ച വലിയൊരു പ്രവർത്തനത്തിൻ്റെ ഒരു അനുഭവം ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ നാട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് 100% ആത്മവിശ്വാസം ആ കാര്യങ്ങളിൽ ഉണ്ട്. അവസാനമായി ഒറ്റ ചോദ്യം. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ജില്ലാ കമ്മിറ്റികൾ താങ്കളുടെ പേര് ഒഴിവാക്കിയെന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പിന്തുണച്ചു. LDF ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. ആ ഒരു കടന്നുപോയ കഴിഞ്ഞ ഒരു മണിക്കൂറുകളെ, കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകളുണ്ടായിരുന്നു? അത്തരം ആശങ്കകളൊന്നുമില്ല. അത്തരം ചർച്ചകളൊക്കെ അനാവശ്യമായ ചർച്ചകളാണ്. അത്തരം ചർച്ചകളൊന്നും നമ്മുടെ പാർട്ടിയിൽ ഉണ്ടായിട്ടേ ഇല്ല. അതൊക്കെ അനവസരത്തിൽ എവിടെ നിന്നൊക്കെയോ വന്ന കാര്യങ്ങളാണ്. അതൊന്നും ഒരു കാര്യമേ അല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വിശേഷാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമൊക്കെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചുള്ള വിവിധങ്ങളായ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിലൂടെ തിരഞ്ഞെടുത്ത് വന്ന ഒരു സംവിധാനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ സ്ഥാനാർത്ഥികളെ അടക്കം പ്രഖ്യാപിച്ചത്. അതൊന്നും ഇതിനകത്ത് യാതൊരുവിധ കാര്യങ്ങളുമല്ല. പോരാട്ടം തുടരുകയാണ്, പോരാട്ടം ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും.
വ്യക്തമാണ്, സ്ഥാനാർത്ഥി വ്യക്തമാക്കി കഴിഞ്ഞു. മാവേലിക്കര മണ്ഡലത്തിലെ LDFന് തിരികെ പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് LDF ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഒരുങ്ങുന്നത്. സ്ഥാനാർത്ഥിയുടെ ഔദ്യോഗിക പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചെങ്ങന്നൂരിൽ നിന്ന് തന്നെ തുടക്കമായിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് S. സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ലെവിൻ കെ. വിജയൻ, ഇൻ റിപ്പോർട്ടർ.